നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ LDC, LGS, അതുപോലെ LP, UP ടീച്ചർമാരുടെ, അതുപോലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെയുള്ള ടൈപ്പിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള റാങ്ക് പട്ടികയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറയാൻ പോണത്. ഇതുവരെ എത്ര നിയമന ശുപാർശകളൊക്കെ ലഭിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ഈ മെയ്യിൽ ഏകദേശം ഒരു 17,000 അടുത്ത് ജീവനക്കാർ സർവീസിൽ നിന്ന് വിരമിക്കാൻ പോവാണ് ഈ മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും തന്നെ ഒഴിവുകൾ ഗവൺമെൻറ് സർവീസിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ വിവിധ വകുപ്പുകളിലായിട്ടാണ് ഈ ഒഴിവുകൾ ഉണ്ടാവാൻ പോണത്. അപ്പോൾ ഈ ഒഴിവുകൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്താൽ ഒരു 4-5 മാസത്തിനുള്ളിൽ ഈ റാങ്ക് പട്ടികയിൽ നിന്നൊക്കെ നിയമനം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് പേർക്കൊക്കെ ഈ പല വകുപ്പുകളിലായിട്ട് കുറേ പേർക്കൊക്കെ നിയമന ശുപാർശ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇതാണ് മെയിനായിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ LGSൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ LGSൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതുവരെ 4,800ഓളം പേർക്ക് നിയമന ശുപാർശ കിട്ടിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 11,000 പേര് ആ റാങ്ക് പട്ടികയിൽ നിയമന ശുപാർശ കാത്തിരിക്കുന്നവരുണ്ട്. 14 ജില്ലകളുടെയും കൂടിയിട്ടാണ് ഞാനീ പറയണത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2025 ജൂലൈ 17 അവസാനിക്കുന്നത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇനിയും കുറേ പേർക്കൊക്കെ നിയമന സാധ്യത പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള 29.5% ഇതുവരെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ കിട്ടിയിട്ടുള്ളവരുടെ ശതമാനം കണക്കെടുക്കുകയാണെങ്കിൽ. ഇനി അടുത്തത് LDCയുടെ നമുക്ക് നോക്കാം. LDCയുടെ റാങ്ക് പട്ടികയിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളത് 6,800 ചില്ലാൻ പേർക്കാണ്. അപ്പോൾ ഇനിയും അവിടെ ഒരു 16,000 പേര് ആ റാങ്ക് പട്ടികയിൽ നിയമന ശുപാർശ കാത്തിരിക്കുന്നുണ്ട്. അതായത് ഏകദേശം 29% അടുത്ത് പേർക്കാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നിയമന ശുപാർശ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ LDC റാങ്ക് പട്ടികയുടെ കാലാവധി ഏകദേശം 2 വർഷം എത്താറായിട്ടുണ്ട്. അതായത് ഇനി ഒരു 2.5 മാസം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഇനി ബാക്കിയുള്ള സമയത്തിനുള്ളിൽ കുറച്ച് നിയമനങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. LP സ്കൂൾ ടീച്ചർമാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇനി അത് 2 വർഷം ആ റാങ്ക് ലിസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 4,100 അടുത്ത് നിയമന ശുപാർശകൾ നടന്നിട്ടുമുണ്ട്. അതായത് 35% പേർക്ക് നിയമന ശുപാർശ കിട്ടിക്കഴിഞ്ഞു. ഇനിയും ആ ലിസ്റ്റിൽ 7,500ഓളം പേര് ഇനി ആ ലിസ്റ്റിൽ നിയമന ശുപാർശ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഭിന്നശേഷിക്കാരുള്ള ലിസ്റ്റിൽ കുറവുള്ള കാരണം അവരുടെ ഒഴിവുകൾ മാറ്റി വെച്ചിരിക്കുകയാണ്. പല ലിസ്റ്റിലും ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ ആളില്ലാത്തത് കാരണം അവരുടെ ഒഴിവുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി UP സ്കൂൾ ടീച്ചറുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാലാവധി പൂർത്തിയാവാൻ ഇനി ഇപ്പോൾ 2 വർഷം തികയാൻ പോവുകയാണ്. ഇനി ഒരു 5 മാസം കൂടെ ബാക്കിയുണ്ട് UP സ്കൂൾ ടീച്ചറുടെ റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ട്. 2 വർഷം തികയാൻ ഇനി ഒരു 5 മാസം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഈ UP സ്കൂൾ ടീച്ചറുടെയിൽ ഒരു 2,320ഓളം പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശകൾ കിട്ടിയത്. ഇനിയും ഏകദേശം ഒരു 6,300ഓളം പേര് ആ നിയമന ശുപാർശ കാത്ത ആ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 27% ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ കിട്ടിയിട്ടുള്ളവരുടെ എണ്ണം. അപ്പോൾ സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് വകുപ്പ് അസിസ്റ്റൻറ്റ്, ഓഡിറ്റർ ആ കാറ്റഗറിയുടെ കാലാവധി 1 വർഷം പിന്നിട്ടപ്പോൾ 240ഓളം പേർക്ക് മാത്രമേ ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ. ഇനി LD ടൈപ്പിസ്റ്റിൻ്റെ ആണെങ്കിൽ പല ജില്ലകളിലും ഇപ്പോൾ റാങ്ക് പട്ടികകൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചില ജില്ലകളിലൊക്കെ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതും ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. 2023 നവംബർ 9 ഈ LD ടൈപ്പിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ഏകദേശം 14 ജില്ലകളിലും കൂടിയിട്ട് 1,702ഓളം നിയമന ശുപാർശകളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് പല സ്ഥലത്തും LD ടൈപ്പിസ്റ്റിൻ്റെ പല ജില്ലകളിലും വന്നു തുടങ്ങി. അപ്പോൾ വൈകാതെ തന്നെ അതിൻ്റെ നിയമന ശുപാർശകൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് പട്ടികയാണെങ്കിൽ 1 വർഷം ഇപ്പോൾ അത് നിലവിൽ വന്നിട്ട് പിന്നിട്ടു. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം 331 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശകൾ ലഭിച്ചിട്ടുള്ളത്.
കഴിഞ്ഞ വർഷം മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് ഈ റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 14 ജില്ലകളിലേക്കും കൂടെ കൂടിയിട്ട് ആകെ 1812 പേര് ഈ റാങ്ക് ലിസ്റ്റിൽ നിലവിലുണ്ട്. അപ്പോൾ SI റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ 500 കടന്നു. അതായത് ഏകദേശം 5 റാങ്ക് ലിസ്റ്റിൽ നിന്നും 527 പേർക്ക് നിയമന ശുപാർശ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ജൂൺ 6 വരെയാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് പല വകുപ്പുകളിലേക്കുള്ള ഒഴിവുകളുടെയും ഇതുവരെ എത്ര നിയമന ശുപാർശ കടന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ. ഈ ഒഴിവുകളൊക്കെ ഇനി എത്രയും പെട്ടെന്ന് PSCക്ക് റിപ്പോർട്ട് ചെയ്താൽ എത്രയും വേഗം നിയമന സാധ്യതകളൊക്കെ ഈ റാങ്ക് പട്ടികയിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനുകളും അപ്ഡേറ്റ്സും എക്സാം അനാലിസിസും ആൻസർ കീയും ഒക്കെ ഈ ചാനൽ വഴി ലഭിക്കുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.